എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് PSC മാത്സ് പരിശീലനത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുന്നു. ട്രെയിനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഈ ഭാഗത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ ഉൾപ്പെടുത്താതിരുന്ന ചില ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് അതൊന്ന് വിശദീകരിച്ചാൽ, കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിൽ എല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ട്രെയിൻ മറികടക്കുന്ന രണ്ടാമത്തെ വസ്തു സഞ്ചരിക്കാത്ത ഒരു വസ്തുവാണ് അല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ട്രെയിനിൻ്റെ ചോദ്യങ്ങളെ 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം, 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ട്രെയിൻ ഒരു സഞ്ചരിക്കാത്ത വസ്തുവിനെ മറികടക്കുന്നു, അതായത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ്, അനങ്ങാതെ നിൽക്കുന്ന ഒരു സ്റ്റിൽ ഒബ്ജക്റ്റിനെ മറികടക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ട്രെയിൻ സഞ്ചരിക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ഉദാഹരണങ്ങളാണ്. അതിനെന്തൊക്കെയായിരിക്കും നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കുക? ട്രാക്കിനരികിലൂടെ ഓടുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു വ്യക്തിയെ ട്രെയിൻ മറികടക്കുന്നു, അല്ലെങ്കിൽ ട്രാക്കിനരികിലൂടെ ഓടുന്ന ഒരു റോഡിലൂടെ ഓടുന്ന ഒരു കാറിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ സമാന്തരമായ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഒരു ചോദ്യമുണ്ട്. ട്രെയിൻ ഒരേ ദിശയിൽ മറികടക്കുന്നു, അതായത് ഓവർടേക്ക് ചെയ്യുന്നത് പോലെ ആകാം, അല്ലെങ്കിൽ എതിർ ദിശകളിൽ മറികടക്കുന്നു, അതായത് ക്രോസ് ചെയ്യുന്നത് പോലെ ആകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ 2 വസ്തുക്കൾ സഞ്ചരിക്കുന്ന ഉദാഹരണങ്ങളിൽ എടുക്കേണ്ട ചില ജനറലായ കാര്യങ്ങൾ ഒന്നാദ്യമേ മനസ്സിലാക്കി പോകാം. ഇവിടെ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ മനസ്സിലാക്കിയ ആപേക്ഷിക വേഗത തന്നെയാണ് വിഷയം. ട്രെയിനും ട്രെയിൻ മറികടക്കുന്ന വസ്തുവും രണ്ടാമത്തെ ഒബ്ജക്റ്റും രണ്ടും സഞ്ചരിക്കുന്ന എക്സാമ്പിളുകളാണെങ്കിൽ അതിൽ നമ്മൾ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ആപേക്ഷിക വേഗത നമ്മൾ പഠിച്ചതാണ്. ഒരേ ദിശയിലാണ് 2 വസ്തുക്കളും സഞ്ചരിക്കുന്നതെങ്കിൽ, അതായത് ട്രെയിൻ x km/h വേഗതയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻ മറികടക്കുന്ന രണ്ടാമത്തെ വസ്തു y km/h വേഗതയിൽ അതേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വ്യത്യാസമായിരിക്കും നമ്മളവിടെ എടുക്കേണ്ടി വരിക. ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആപേക്ഷിക വേഗത കണക്കാക്കുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള വേഗതകളുടെ വ്യത്യാസമായിട്ടായിരിക്കും. അതേസമയം ട്രെയിൻ x km/h വേഗതയിൽ സഞ്ചരിക്കുന്നു, രണ്ടാമത്തെ വസ്തു y km/h വേഗതയിൽ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ആപേക്ഷിക വേഗത ഈ കണക്കാക്കുന്നത് 2 വേഗതകളുടെയും തുകയായിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആപേക്ഷിക വേഗത വേഗതകളുടെ വ്യത്യാസം, എതിർ ദിശകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗതകളുടെ തുകയായും കണക്കാക്കുക. ആദ്യത്തെ ചോദ്യം, 76 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ അതേ ദിശയിൽ ട്രാക്കിനടുത്തുകൂടി 22 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സ്കൂട്ടറിനെ മറികടക്കാൻ 15 സെക്കൻഡ് എടുത്തു. ട്രെയിനിൻ്റെ നീളം എത്ര? അപ്പോൾ ഒരു ട്രെയിൻ ഒരു സ്കൂട്ടറിനെ മറികടക്കുന്ന രീതിയിലാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ട്രെയിനും സ്കൂട്ടറും സഞ്ചരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അല്ലേ. ട്രെയിന് 76 km/h വേഗതയുണ്ട്, സ്കൂട്ടറിന് 22 km/h വേഗതയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ആപേക്ഷിക വേഗത കണ്ടുപിടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ, അതേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്ന. അപ്പോൾ ട്രെയിനിൻ്റെ വേഗതയായ 76, സ്കൂട്ടറിൻ്റെ വേഗതയായ 22 ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആപേക്ഷിക വേഗത കണക്കാക്കേണ്ട രീതി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വ്യത്യാസമായാണ് ആപേക്ഷിക വേഗത കണക്കാക്കുക. അപ്പോൾ 76 - 22 54 km/h ആണ് ആപേക്ഷിക വേഗതയെന്ന് മനസ്സിലാക്കാം. 54 km/h ആപേക്ഷിക വേഗതയിലാണ് 15 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ ഈ സ്കൂട്ടറിനെ മറികടക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ സ്കൂട്ടറിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം മാത്രമാണ് സഞ്ചരിക്കേണ്ടത്, ട്രെയിനിൻ്റെ നീളം മാത്രം മറികടന്നാൽ മതിയാവും. അപ്പോൾ ആ ട്രെയിനിൻ്റെ നീളമാണ് നമുക്ക് ഡിസ്റ്റൻസായി ഈ ചോദ്യത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ആ സ്പീഡാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 54 km/h. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ്. 54ൻ്റെ യൂണിറ്റ് km/h ആണ്. നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം.
അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5/18 കൊണ്ട് ഗുണിച്ച ശേഷം നമ്മൾ ഈ തന്നിരിക്കുന്ന 15 സെക്കൻഡ് എന്ന സമയം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 18, 54 എന്നീ സംഖ്യകൾ തമ്മിൽ ക്യാൻസലായി നമുക്ക് 3 ബാക്കിയാവുന്നു. 3 × 5 × 15, അതായത് 15 × 15 225 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇപ്പോൾ ട്രെയിനിൻ്റെ നീളമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് 225 മീറ്ററാണ്. അടുത്ത ചോദ്യം, 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അതേ ദിശയിൽ 12 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ 9 സെക്കൻഡ് കൊണ്ട് കടന്നുപോയി. ട്രെയിനിൻ്റെ വേഗത എത്ര? അപ്പോൾ ഒരു ട്രെയിൻ ഒരാളെ മറികടക്കുന്നു. ഈ ആൾ വെറുതെ നിൽക്കുന്നതല്ല, ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെയാണ് ട്രെയിൻ മറികടക്കുന്നത്. ആ രീതിയിൽ വരുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മിക്കണം? ട്രെയിൻ മറികടക്കുന്ന ദൂരം ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും. കാരണം ട്രെയിൻ മറികടക്കുന്നത് ഒരാളെയാണ്. ആളെ മറികടക്കുമ്പോൾ ട്രെയിനിൻ്റെ ദൂരം മാത്രം കണക്കാക്കിയാൽ മതിയാവും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ആൾ സഞ്ചരിക്കുകയാണ്. ആൾ സഞ്ചരിക്കുകയായതുകൊണ്ട് രണ്ട് പേരുടെയും, ട്രെയിനിൻ്റെയും വ്യക്തിയുടെയും വേഗത കണക്കിലെടുത്താലേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കടക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ വേഗത അല്ലെങ്കിൽ ആപേക്ഷിക വേഗത എത്രയാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. 180 മീറ്റർ നീളമാണ് മറികടക്കേണ്ടത്. അപ്പോൾ ആപേക്ഷിക വേഗതയായിരിക്കും നമുക്ക് ഈ വേഗത കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് കിട്ടുക. S=d/t എന്ന നമ്മുടെ സാധാരണ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 180 മീറ്റർ ട്രെയിനിൻ്റെ നീളം മാത്രമാണ്. അതിനെടുത്ത സമയം 9 സെക്കൻഡാണ്. 180 മീറ്റർ മറികടക്കാൻ 9 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്കൊരു വേഗത കിട്ടും. 180/9, 18ഉം 9ഉം ക്യാൻസലായിട്ട് 2 വരും. അതായത് 20 മീറ്റർ/സെക്കൻഡ് എന്നാണ് നമുക്കൊരു വേഗത കിട്ടുക. 20 മീറ്റർ/സെക്കൻഡ് വേഗത. ഇനി ഈ വേഗത എന്ന് പറയുന്നത് ആപേക്ഷിക വേഗതയാണ് തീർച്ചയായിട്ടും. അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ km/h മാറ്റണം, അല്ലേ? km/h മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. 20 × 18/5. 20ഉം 5ഉം ക്യാൻസൽ ആവുന്നു, 4 വരുന്നു. 4 × 18 72 km/h ആണ് തുല്യമായ km/hലുള്ള ആപേക്ഷിക വേഗത. അപ്പോൾ ഈ 72 ആപേക്ഷികമാണ്. നമ്മൾ മനസ്സിലാക്കണം, ട്രെയിൻ അതേ ദിശയിൽ ഓടുന്ന ഒരാളെയാണ് മറികടക്കുന്നത്. ട്രെയിൻ സഞ്ചരിക്കുന്നു, ട്രെയിനിൻ്റെ വേഗത S ആണ് എന്ന് വിചാരിക്കുക. ട്രെയിനിൻ്റെ വേഗത S ആണെങ്കിൽ അതേ ദിശയിൽ 12 km/h വേഗതയിൽ ഓടുന്ന ആളെയാണ് മറികടന്നത്. അപ്പോൾ അവിടുത്തെ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതായത് S-12 ആയിരിക്കും. S-12നെയാണ് ഈ ചോദ്യത്തിൽ നമുക്ക് 72 എന്ന് കാണാൻ സാധിക്കുക. S-12 72 ആണെങ്കിൽ S എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ -12 കൂടി അപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ നമുക്ക് കിട്ടുന്നത് 72 + 12. 72നോട് 12 കൂട്ടിയാൽ 84 km/h ആണ് ട്രെയിനിൻ്റെ വേഗതയെന്ന് മനസ്സിലാക്കാം. 84 - 12 എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആപേക്ഷിക വേഗത 72 km/h ആകുന്നത്. ഓരോ മിനിറ്റിലും ഓരോ കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ട്രാക്കിനരികിലൂടെ അതേ ദിശയിൽ 15 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ 14 സെക്കൻഡ് എടുത്തു. ട്രെയിനിൻ്റെ നീളം എത്ര? അപ്പോൾ അതിൽ പറയുന്ന ആദ്യത്തെ കാര്യം, ഓരോ മിനിറ്റിലും ഓരോ കിലോമീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഓരോ മിനിറ്റിലും ഓരോ കിലോമീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിൻ? അപ്പോൾ ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം 1 കിലോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് പരിചിതമായിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല, അല്ലേ? നമുക്ക് ഒന്നുകിൽ km/h അല്ലെങ്കിൽ m/s ആണ് നമ്മൾ കണ്ടു പരിചയിച്ചിരിക്കുന്ന വേഗതയുടെ യൂണിറ്റുകൾ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റണം. km/h എത്ര വരും എന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകളുണ്ട്. 60 മിനിറ്റിൽ തീർച്ചയായിട്ടും അത് 60 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ആ 60 കിലോമീറ്റർ തന്നെയാണ് ഈ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ട്രെയിനിൻ്റെ വേഗത 60 കിലോമീറ്ററാണ്. അതേ ദിശയിൽ ആണ് 15 km/h വേഗതയുള്ള ഒരാൾ ഓടുന്നത്.
അപ്പോൾ ട്രെയിനും ഓടുന്ന ആളും ഒരേ ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് 60-15 എന്നീ വേഗതകൾ കണക്കാക്കുക. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ആപേക്ഷിക വേഗത കിട്ടണം. 60 - 15 45 km/h ആണ് അവിടുത്തെ ആപേക്ഷിക വേഗത. അപ്പോൾ ഈ ആപേക്ഷിക വേഗതയിലാണ് ട്രെയിൻ അയാളെ മറികടക്കുന്നത്. ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കണം. വീണ്ടും ട്രെയിൻ ഒരാളെ മറികടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ട്രെയിനിൻ്റെ നീളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവും ഈ കണ്ടുപിടിക്കുന്ന ദൂരം തന്നെയാണ്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് ആപേക്ഷിക വേഗത നമ്മുടെ കയ്യിലുണ്ട്. വേഗത ഇൻറ്റു സമയം എന്ന രീതിയിൽ ചെയ്യാൻ 45 എന്ന ആപേക്ഷിക വേഗതയെ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ എടുത്തിരിക്കുന്ന സമയമായ 14 സെക്കൻഡ് കൊണ്ട് ഗുണിക്കുന്നു. 14 സെക്കൻഡ്. അപ്പോൾ 14, 18 എന്നിവ നമുക്ക് 7, 9 എന്ന രീതിയിൽ ക്യാൻസൽ ചെയ്യാം. 9, 45 എന്നുള്ളത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 × 5 × 7 ആണ് അവശേഷിക്കുക. 5 × 5 25, 25 × 7 25 × 7 ചെയ്യുമ്പോൾ കിട്ടുന്നത് 175 മീറ്റർ എന്ന ഉത്തരമായിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ നീളമാണ് നമുക്ക് കിട്ടിയത് 175 മീറ്റർ. അടുത്ത ചോദ്യം വായിക്കാം. 180 മീറ്റർ, 145 മീറ്റർ എന്നിങ്ങനെ നീളമുള്ള 2 ട്രെയിനുകളുടെ വേഗത 48 km/h, 42 km/h എന്നിങ്ങനെ ആണ്. അവ എതിർ ദിശകളിൽ പരസ്പരം മറികടക്കാൻ എത്ര സെക്കൻഡ് വേണം? അപ്പോൾ 2 ട്രെയിനുകൾ പരസ്പരം മറികടക്കുന്ന രീതിയിലുള്ള എക്സാമ്പിളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ട്രെയിൻ ഒരാളെ മറികടക്കുന്നു, സ്കൂട്ടറിനെ മറികടക്കുന്നു, കാറിനെ മറികടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം രണ്ടാമത്തെ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നീളം കണക്കിലെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ അതിൻ്റെയും നീളവും അതിൻ്റെയും വേഗതയും കണക്കിലെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേഗതയിലേക്ക് വരാം. വേഗത നോക്കിയാൽ നമുക്ക് 2 ട്രെയിനുകളും സഞ്ചരിക്കുന്നത് എതിർദിശകളിലാണ്. ഒന്നാമത്തെ കാര്യം, 2 ട്രെയിനുകളും എതിർദിശകളിൽ സഞ്ചരിക്കുന്നു. ഒന്നിൻ്റെ വേഗത 48, രണ്ടാമത്തതിൻ്റെ വേഗത 42. എതിർദിശകളിൽ സഞ്ചരിച്ചാൽ നമ്മൾ കണക്കാക്കേണ്ട ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള വേഗതകളുടെ തുകയായി മാറും. അതായത് 48 + 42 കൂട്ടുമ്പോൾ കിട്ടുന്ന 90 km/h വേഗതയാണ് അവിടെ ട്രെയിനുകൾക്ക് പരസ്പരം അനുഭവപ്പെടുക. അപ്പോൾ ആ 90 നമുക്ക് കിട്ടി. ഇനി 180, 145 ഈ 2 ട്രെയിനുകൾ പരസ്പരം മറികടക്കണമെങ്കിൽ രണ്ടിൻ്റെയും നീളത്തിൻ്റെ തുകയായിരിക്കും സഞ്ചരിക്കുന്ന ദൂരം. 180 + 145 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 325 ആകെ ദൂരം, സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ 325 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 90 km/h വേഗതയിൽ, ആപേക്ഷിക വേഗതയിൽ എത്ര സമയമെടുക്കും? നമുക്ക് ഈ 90നെ ഒന്ന് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. 90നെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5/18 കൊണ്ട് ഹരിക്കുമ്പോൾ 90, 18 എന്നിവ പരസ്പരം ക്യാൻസലായി നമുക്ക് 5 × 5 അതായത് 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഈ 25 മീറ്റർ/സെക്കൻഡ് എന്നുള്ള വേഗതയാണ് നമ്മളിവിടെ സമയം കണ്ടെത്താനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ സമയത്തിൻ്റെ സാധാരണ ഇക്വേഷൻ എടുക്കുക, T = D/S അല്ലേ? അപ്പോൾ ഇവിടുത്തെ D 325 S 25. 325നെ 25 കൊണ്ട് ഹരിക്കുക. 325/25 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 13 എന്ന ഉത്തരമാണ്. 13 സെക്കൻഡ്. അപ്പോൾ ഈ ട്രെയിനുകൾ രണ്ടും പരസ്പരം മറികടക്കാൻ ആകെ എടുത്ത സമയമാണ് 13 സെക്കൻഡ്. അടുത്ത ചോദ്യം നോക്കാം. 68 km/h വേഗതയുള്ള ഒരു ട്രെയിനിൻ്റെ നീളം 140 മീറ്ററാണ്. എതിർദിശയിൽ 4 km/h വേഗതയിൽ നടക്കുന്ന ഒരാളെ ട്രെയിൻ എത്ര സെക്കൻഡിൽ കടന്നു പോകും? അപ്പോൾ ട്രെയിനിൻ്റെ വേഗത 68 km/h ആണ്. എതിർദിശയിൽ നടക്കുന്ന ഒരാളുടെ വേഗത 4 km/h ആണ്. അപ്പോൾ ഈ 2 വേഗതകളും കണക്കിലെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, എതിർദിശകളിലാണെങ്കിൽ ആപേക്ഷിക വേഗത എന്നാൽ തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിലെ ആപേക്ഷിക വേഗത 72 km/h ആണ്.
അപ്പോൾ ഈ 72നെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു സൗകര്യാർത്ഥം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 72 ഇൻറ്റു 5/18. 72, 18 എന്നിവ ക്യാൻസലായി 4 വരുന്നു. 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡാണ് തുല്യമായ വേഗത. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ട്രെയിനിൻ്റെ നീളമായ 140 മാത്രം മറികടന്നാൽ മതിയാവും. കാരണം ട്രെയിൻ ഒരാളെയാണ് മറികടക്കുന്നത്. ഒരാളെ മറികടക്കുമ്പോൾ ട്രെയിനിൻ്റെ നീളം മാത്രം മറികടന്നാൽ മതിയാവും. അപ്പോൾ ട്രെയിനിൻ്റെ നീളമായ 140 മറികടക്കാൻ വേണ്ട സമയം t = d/s. t = d/s എന്നുള്ള രീതിയിൽ ഡിയും എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി 140 മീറ്ററാണ്, സഞ്ചരിക്കുന്ന ദൂരം 140 മീറ്റർ, ഡിവൈഡഡ് ബൈ ഇവിടെ തന്നിരിക്കുന്ന വേഗത, കിട്ടിയിരിക്കുന്ന വേഗത 20 മീറ്റർ പെർ സെക്കൻഡ്. 140/20 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 7 സെക്കൻഡ് എന്നാണ്. അപ്പോൾ ട്രെയിൻ ഈ വ്യക്തിയെ മറികടക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുപിടിച്ചത് 7 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈകാര്യം ചെയ്തത് ആപേക്ഷിക വേഗത ഉൾപ്പെടുന്ന ട്രെയിനുകളുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരു ഭാഗമാണ്. ചില ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമ്പിളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രാധാന്യത്തോടെ ഈ പറയുന്ന ചോദ്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കുക. അപ്പോൾ ആപേക്ഷിക വേഗത വരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ട്രെയിൻ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ മറികടക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ കാണുക ഒരുപക്ഷെ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻ ഓടുന്ന ഒരാളെ മറികടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് കാണുമ്പോഴേ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ 2 വേഗതകളുണ്ട്, അല്ലെങ്കിൽ 2 വസ്തുക്കളും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വസ്തുക്കളുടെയും വേഗത കണക്കിലെടുത്തിട്ടുള്ള ആപേക്ഷിക വേഗത ഉപയോഗിച്ചാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ള ലോജിക്കാണ് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആപേക്ഷിക വേഗതയാണെങ്കിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആപേക്ഷിക വേഗതകളുടെ വ്യത്യാസമായിരിക്കും. എതിർ ദിശകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗതകളുടെ തുകയായിരിക്കും ആപേക്ഷിക വേഗതയായി കണക്കാക്കുക.